ഞങ്ങളിപ്പോ എവിടെയാണെന്ന് ഊഹിക്കാമോ? എല്ലാവരും നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന പണ്ട് കാലം മുതൽ പഠിക്കുന്ന ഒരു പ്രദേശമുണ്ട്, ചിറാപുഞ്ചി. വർഷത്തിൽ എല്ലാ ദിവസവും മഴ ലഭിക്കുന്ന പ്രദേശം. ചിറാപുഞ്ചിയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ചിറാപുഞ്ചിയിൽ എത്തി നിൽക്കുകയാണ് ഞങ്ങൾ ബഖാബ വാട്ടർഫാൾസിൽ. ഞങ്ങൾ ഇവിടെ ഒരു പുഴയെ കണ്ടുകൊണ്ട്, പുഴയെ കാണിച്ചു തരാം. ഗംഭീരമായൊരു പുഴ. ഇത് നോക്കൂ, തെളിഞ്ഞ ജലം. ഇത്രയും തെളിഞ്ഞ ജലത്തെ നമുക്ക് കാണാനാകുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. നോക്കൂ, അത് നിങ്ങൾക്ക് വാട്ടർഫാൾസ് കാണിച്ചു തരാം. ബഖാബ ഇതാണ് ആ വാട്ടർഫാൾസ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഏറ്റവും വലിയ ആത്മീയത പ്രകൃതിയാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ എത്തിയതുപോലെയോ അല്ലെങ്കിൽ ശരിക്കും ധ്യാന നിമഗ്നമായ ഒരു അന്തരീക്ഷത്തിൽ എത്തിയതുപോലെയുള്ളൊരു, എല്ലാവരും സ്വമേധയാ ധ്യാനത്തിലായി പോകുന്ന ഒരു അപൂർവ അനുഭൂതിയാണിത്. മായ മലനിരകൾക്ക് താഴെ മേഘത്തെ തൊട്ട് നിൽക്കുന്ന, മേഘത്തിന് തന്നെ വീടാകുന്ന മേഘാലയയിൽ ദാ പുഴയുടെ തീരത്ത്, പുഴയുടെ തീരത്തെന്നല്ല കേട്ടോ പറയേണ്ടത്, പുഴയ്ക്കുള്ളിൽ ആ വെള്ളച്ചാട്ടത്തിന് തൊട്ടു മുകളിൽ വെള്ളം എത്തിച്ചേരുന്ന പ്രദേശമാണിത്. തെളിഞ്ഞു നിൽക്കുന്ന തടാകങ്ങൾ, അതായത് അടിത്തട്ടുകൾ നല്ലപോലെ കാണാനാകുന്ന തടാകങ്ങളുള്ള ഒരു പ്രദേശമാണിത്. എല്ലാ പുഴകളും ഇതുപോലെ നല്ലൊരു ഇറക്കം ഇറങ്ങി വരണം, വന്നാൽ മാത്രമേ നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഇറങ്ങി ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇപ്പൊ. സുമ ചേച്ചി, പുഴയിലേക്ക് ഇറങ്ങാല്ലേ? ഇറങ്ങിക്കോളൂ. വിചാരിക്കുന്ന പോലെ തണുപ്പല്ല കേട്ടോ, നല്ല തണുപ്പാണ്. പക്ഷെ തെളിഞ്ഞ ജലം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ അവസ്ഥയുണ്ടല്ലോ. പുഴയ്ക്ക് അകത്തേക്ക് ഇറങ്ങുന്നില്ല, കാരണം വെച്ചാല് നെറ്റ് കിട്ടുന്നില്ല, അപ്പോഴേക്കും കട്ടായി പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട് എന്നുള്ള ധാരണയും. പക്ഷെ ഈ സ്ഥലം നിങ്ങളെ കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു മഹാദേവാലയത്തിൽ എത്തിയതുപോലെയാണ്, മഹാക്ഷേത്രത്തിൽ, പ്രകൃതിയാൽ നിർമ്മിതമായ ഒരു മഹാക്ഷേത്രത്തിൽ എത്തിയതിന്റെ അനുഭൂതിയാണിത്. ശരിക്കും മേഘാലയ നമ്മളുടെ മഹാശിലായുഗത്തിന്റെ എല്ലാ രേഖകളും സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും, ചരിത്രപരമായി പ്രസിദ്ധമായ എല്ലാ സ്ഥലങ്ങളിലും ഒരു നവീന ശിലായുഗത്തിന്റേതായ സൂചനകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. പക്ഷേ മഹാശിലായുഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില ഒരു ലക്ഷണങ്ങൾ, അതായത് ശിലയിൽ നിന്നും അതുപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കാമെന്ന് പഠിച്ച മനുഷ്യന്റെ ഒരു ജീവിത രീതികൾ ഉണ്ടായിരുന്ന മല ആണ് ഈ പ്രദേശം. മലകൾക്ക് മുകളിൽ തന്നെയാണ് ആദ്യം ജീവൻ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ സിവിലൈസ്ഡ് ആകാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോഴാണ് പുഴയുടെ തീരങ്ങളിലേക്ക് മാറിയത്. അപ്പൊ നമ്മുടെ ജീവൻ ആരംഭിച്ച മലനിരകളാണ് മേഘാലയയിലുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് മഹാശിലായുഗത്തിന്റെ ചില സൂചനകൾ. അതായത് ഇവിടെ നോക്കുക, നമുക്ക് ഈ കല്ലുകളിലൊക്കെ കാണുന്ന ഒരു പഴക്കമുണ്ടല്ലോ, കല്ലുകളിൽ ഉണ്ടായി വന്നിരിക്കുന്ന, സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന ദ്വാരങ്ങൾ. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പ്രദേശത്ത് ഞങ്ങൾ നിന്നിരുന്നു. അവിടെ കുറെ കൂടി നന്നായിട്ട് ഈ വെള്ളച്ചാട്ടം കാണാമായിരുന്നു. ഇപ്പൊ പക്ഷെ പുഴയെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നാണ്. എപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന ചിറാപുഞ്ചിയിൽ ഇന്ന് എന്തായാലും ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇതുവരെ. പക്ഷെ മെല്ലെ മൂടി തുടങ്ങി, എപ്പോ വേണമെങ്കിലും ഒരു മഴ പെയ്യാം. ശരിക്കും ഞങ്ങൾ ആനന്ദിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഉണ്ടല്ലോ, ഏറ്റവും ആത്മീയമായ തലത്തെ സ്പർശിക്കുക കൂടിയാണ്. ഈ മലനിരകളിലൂടെ, ചിറാപുഞ്ചിയിലൂടെ, മേഘാലയയിലൂടെ, ഈ മലനിരകൾക്ക് നടുവിലൂടെ. ഇതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ എല്ലാ പുഴകളും. നമ്മുടെ ഭാരതപ്പുഴ, നമ്മുടെ നാട്ടിലെ 44 നദികളും, ഗംഗ, യമുന എല്ലാം ഇതുപോലെ തെളിഞ്ഞൊഴുകുന്ന ഒരു കാലത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള ശ്രമങ്ങൾ ഭാരതീയരായ നമ്മൾ തന്നെയാണ് ആരംഭിക്കേണ്ടത്. ഏതായാലും ഇവിടേക്ക്, ഇങ്ങനെയുള്ള പ്രകൃതിയാൽ നിർമ്മിതമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുക, അവിടെ ധ്യാന നിമഗ്നരാവാൻ ശ്രമിക്കുക. ഈ മലകൾ നൽകുന്ന ഈ നീല കവചമുണ്ടല്ലോ, ഇതുതന്നെയാണ് നീലകണ്ഠനെന്ന്, ഇതുതന്നെയാണ് നീലമാധവനെന്ന്, ഇതുതന്നെയാണ് നീല സരസ്വതി എന്ന് തോന്നുന്ന ആ ആനന്ദത്തിലേക്ക് നമ്മളെ തന്നെ മെല്ലെ മെല്ലെ ഉയർത്തിക്കൊണ്ടുവരാം. ആത്മീയമായ ഉയർന്ന തലങ്ങളെ അറിയുവാൻ പ്രകൃതിയിലേക്ക് തന്നെ വരാം. നമുക്ക് ചിറാപുഞ്ചിയുടെ മറ്റ് രസകരമായ കാഴ്ചകളിൽ വെച്ച് വീണ്ടും കാണാം. ഇപ്പൊ തൽക്കാലം
ഈ പുഴയെ, ഈ ശബ്ദത്തെ, ഈ തണുപ്പിനെ, ഈ കാറ്റിനെ, ഈ മഴയെ അനുഭവിക്കട്ടെ കേട്ടോ.